നമസ്തേ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് അവിട്ടം നക്ഷത്രക്കാരുടെ 2025 വർഷഫലത്തെക്കുറിച്ചാണ്. മകരക്കൂറിൽ ഉൾപ്പെട്ട അവിട്ടത്തിൻ്റെ അരനക്ഷത്രക്കാരുടെയും കുംഭക്കൂറിൽ ഉൾപ്പെട്ട അവിട്ടത്തിൻ്റെ അരനക്ഷത്രക്കാരുടെയും 2025 ജനുവരി മാസം 1 തീയതി മുതൽ ഡിസംബർ മാസം 31 വരെയുള്ള വർഷഫലത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഈ മാസങ്ങളിൽ സന്താനങ്ങളുടെ അസുഖം മനോവിഷമത്തിന് ഇടയാകും. പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ ജീവിതത്തിൽ വഴിത്തിരിവാകും. കർമ്മരംഗത്ത് വന്നുചേരുന്ന പ്രശ്നങ്ങൾ രമ്യതയിൽ പരിഹരിക്കുവാൻ സാധിക്കും. ജോലിയിൽ സ്ഥാനമാറ്റത്തിന് സാധ്യതയുണ്ടാകുകയും മാനസിക പിരിമുറുക്കം അനുഭവപ്പെടുകയും പ്രമേഹ രോഗമോ രക്തസമ്മർദ്ദമോ ഉള്ളവർക്ക് രോഗം കൂടുവാൻ സാധ്യതയും ഉണ്ടാകുന്നു. ആഭരണങ്ങൾ വാങ്ങുകയും ഭൂമിയിൽ നിന്നും ലാഭമുണ്ടാകുകയും പരിഹാരമായി ശാസ്താവിന് നീരാഞ്ജനം നടത്തുന്നത് ഉത്തമമാകുന്നു. ഏപ്രിൽ, മെയ്, ജൂൺ ഈ മാസങ്ങളിൽ കടബാധ്യത തീർക്കാനായി ഭൂമി വിൽക്കുവാൻ തയ്യാറാകും. ശത്രുക്കളുടെ ശല്യം വർദ്ധിക്കും. സഹപ്രവർത്തകരുടെ സഹകരണമില്ലായ്മ പ്രവർത്തന മേഖലയെ ബാധിക്കും. വിദേശത്തു നിന്ന് നാട്ടിൽ അവധിക്ക് വരികയും സന്താനങ്ങളുടെ ഉന്നമനത്തിനായി പണം ചെലവാക്കുകയും ഫലമാകുന്നു. സ്ത്രീകളുമായുള്ള സഹവാസം പേരുദോഷത്തിന് ഇടയാകും. വിദേശത്തു നിന്ന് സാമ്പത്തിക സഹായം ലഭിക്കും. പുതിയ ആഭരണങ്ങളോ ആഡംബര വസ്തുക്കളോ സ്വന്തമാക്കും. ഭൂമിയിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ലാഭം ലഭിക്കുകയില്ല. പരിഹാരമായി സർപ്പത്തിന് നൂറുംപാലും നടത്തുക. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഈ മാസങ്ങളിൽ ലക്ഷ്യബോധമില്ലായ്മ വിദ്യാർത്ഥികളുടെ പഠനത്തെ ബാധിക്കുകയും ഉദ്യോഗാർത്ഥികൾ മത്സരപരീക്ഷയിൽ വിജയം നേടുകയും വീട് പുതുക്കിപ്പണിയുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകുകയും മാനസിക പിരിമുറുക്കം കാരണം ഒരു കാര്യത്തിലും വ്യക്തമായ തീരുമാനം എടുക്കുവാൻ സാധിക്കാതെ വരികയും കുട്ടികളില്ലാത്തവർ വിദഗ്ധ ചികിത്സയിലൂടെ സന്താനഭാഗ്യം നേടിയെടുക്കുകയും ദൈവാനുകൂല്യം കർമ്മമേഖലയിൽ പ്രകടമാകുകയും ദുശീലങ്ങൾ ഉപേക്ഷിക്കുവാൻ തയ്യാറാകുകയും ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം. പരിഹാരമായി ദേവിക്ക് പുഷ്പാഞ്ജലി നടത്തുന്നത് ഉത്തമമാകുന്നു. ഒക്ടോബർ, നവംബർ, ഡിസംബർ ഈ മാസങ്ങളിൽ വീട് വിട്ട് താമസിക്കേണ്ടതായി വരും. വിവാഹം വേണ്ടെന്ന് വയ്ക്കും. തൊഴിലന്വേഷിച്ച് വിദേശത്ത് പോകുവാൻ സാധ്യതയേറുന്നു. ശരീരസുഖം കുറയും. പല ദിക്കുകളിൽ നിന്നും പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. ഭൂമി വാങ്ങുവാനും ഗൃഹനിർമ്മാണം തുടങ്ങുവാനും സാധിക്കും. പണം കിട്ടാനുള്ളിടത്തു നിന്നും പണം ലഭിക്കും. വിദ്യാഭ്യാസ കാര്യത്തിൽ പുരോഗതി ദൃശ്യമാകും. പരിഹാരമായി ദേവീക്ഷേത്രത്തിൽ പട്ട് സമർപ്പിക്കുന്നത് ഉത്തമമാകുന്നു.